ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ റെസിപ്പീൻ്റെ വീഡിയോസ് ഒന്നായിട്ടല്ല, റെസിപ്പി ഉണ്ട് കേട്ടോ, ഇതിൽ റെസിപ്പിയും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്കിന്നൊരു ഡേ ലൈഫും കൂടി കാണാം കേട്ടോ. അങ്ങനത്തെ മോന് വീണ്ടും സ്കൂൾ റീഓപ്പൺ ആണ് ഇന്ന്. റീഓപ്പൺ അവൻ്റെത് ഏപ്രിൽ തന്നെ റീഓപ്പൺ ചെയ്തതാണ്. 1 മന്ത് ഹോളിഡേയ്സ് ആയിരുന്നു കേട്ടോ അവർക്ക്. അവരുടെ സ്കൂളിൽ അങ്ങനെയാണ്, ഏപ്രിൽ ഓപ്പൺ ചെയ്യും, എന്നിട്ട് വീണ്ടും മെയ്യിലാന്ന് അവർക്ക് ഹോളിഡേ 1 മന്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. 2 മാസം ഒന്നും ലീവ് കൊടുക്കത്തില്ല. മെയ് 1 മാസം മാത്രമാണ് കേട്ടോ അവരുടെ സ്കൂളിൽ ഹോളിഡേ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ രാവിലെ പുലർച്ചെ ഒരു 5:30 മണിക്കാണ് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് അവന് വേണ്ട ലഞ്ച് ബോക്സിനുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുലാവാണ്, വെജിറ്റബിൾ പുലാവാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ദാവത്ത് റൈസാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് റൈസാണുള്ളത് അത് എടുക്കാം കേട്ടോ. ബസ്മതി റൈസ് തന്നെയാണ് നല്ലത്, ഇല്ലയെന്നുണ്ടെങ്കിൽ ജീര റൈസ് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്ന് കുതിരാൻ വെക്കാം. അരമണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കണം കേട്ടോ. മിനിമം 20 മിനിറ്റെങ്കിലും വെക്കണം ബസ്മതി റൈസ്. അങ്ങനത് അരി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് എടുക്കാം. അതിനായിട്ട് ചെറിയ ഒരു ക്യാരറ്റ്, 4 ബീൻസ്, ഒരു ചെറിയൊരു പൊട്ടാറ്റോ, എന്നിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ നോർമൽ ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് പനീറാണ്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും എടുക്കരുത്, കുറച്ച് മതി കേട്ടോ നമുക്ക്. ഇപ്പോൾ പനീർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എൻ്റെ കുട്ടികൾക്ക് പനീർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കണം. അങ്ങനെ ദോശമാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കലാണ്. അപ്പോൾ ദോശൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, എങ്ങനെ ഈസി ആയിട്ട് നീർദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർ കണ്ടോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നീർദോശൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചാനലുണ്ട്, എല്ലാവരും കണ്ടോക്കണേ. അങ്ങനെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ കുക്കറിൽ തന്നെയാണ് എന്നിട്ട് ഉണ്ടാക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിന് വേണ്ട ഞാനിപ്പോൾ ഗീയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗീ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗീയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ഗ്രാമ്പു, ഒരു പട്ട, ചെറിയൊരു കഷ്ണം പട്ട, 1 ഏലക്ക, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് പൊട്ടി വന്നോട്ടെ. ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി വന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ വെജിറ്റബിൾസ് നമുക്ക് ഗീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് മതി, ഒരുപാട് നേരമൊന്നും വേണ്ട. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫുഡാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് റൈസിനുള്ള ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർത്തിയിട്ടൊന്നുമില്ല, ദോശയും അതിനിടയിൽ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ചാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ദോശക്ക് അതേ സമയത്ത് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ്. വേണമെന്നുള്ളവർ ചാനലിൽ പോയി കണ്ടുനോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വൈറ്റ് പെപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് എന്താ പറയുക, ചോറിന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് പെപ്പർ എടുക്കാതിരുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് പെപ്പറാണെന്നുള്ളതെങ്കിൽ ബ്ലാക്ക് പെപ്പർ എടുക്കുക. ഇനിയിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ, ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ
പെപ്പറിൻ്റെ ഒരു സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ ഒരു പച്ച സ്മെല്ല് ഉണ്ടാവില്ല, അതൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഒരു സെക്കൻഡ് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക, റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് റൈസും കൂടി ഇതിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട, ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് അരി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 250 ml കപ്പിൽ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് എടുക്കുന്നുള്ളത്. അത് നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കുക കേട്ടോ. തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ ഉപ്പും കൂടി ചെക്ക് ചെയ്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തിളക്കുന്ന സമയത്ത് തന്നെ കുക്കറിൻ്റെ അടുപ്പ് അടച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാണ് അടിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിസിൽ മൊത്തത്തിൽ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും. അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പതിയെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും കട്ട പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതെ അധികം വേവില്ലാതെ നല്ല നന്നായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എന്തായാലും കഴിക്കട്ടെ. ഉറപ്പായിട്ടും കുട്ടികൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ വെജിറ്റബിളും കഴിക്കും, ഫുഡും കഴിക്കും. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലാണ്, 2 വിസിലൊന്നും അടിക്കരുത്. ഇനിയിപ്പോൾ മോൻ്റെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യലാണ്. ഇതിപ്പോൾ അവന് ബ്രേക്ക് ടൈമിന് കഴിക്കാനുള്ളതാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നുള്ളത്, സെറ്റ് ചെയ്യുന്നുള്ളത്. ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് 8 മണിയാകുമ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്യും. പിന്നെ 9 മണിയാകുമ്പോഴേക്കാണ് അവർക്ക് ബ്രേക്ക് ടൈം കൊടുക്കാറ്. അപ്പോൾ ആ സമയത്ത് കഴിക്കാനുള്ളതാണിത്. ആപ്പിളും കാഷ്യും പിസ്തയാണ് ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ളത്. എല്ലാ ദിവസവും ഇതുപോലെ അല്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ വെജിറ്റബിൾ പുലാവിന് അവന് ഞാൻ കെച്ചപ്പാന്ന് സൈഡായിട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കട്ടെ. എൻ്റെ കുട്ടികൾക്ക് കെച്ചപ്പാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കെച്ചപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ടിഫിനൊക്കെ ഞാൻ നേരത്തെ കഴുകി തുടച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ കഴുകി മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് പുലാവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് അതിൻ്റെയോടൊപ്പം കഴിക്കാൻ അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അവൻ്റെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറയുന്നത് മോനെ എണീപ്പിക്കുക, അവനെ കുളിപ്പിച്ച് അവനെ ഒന്നൊരുക്കി അവന് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം 7 മണിയൊക്കെ ആവും അവൻ്റെ ടിഫിനും അവൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോൾ. പിന്നെ അവന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്ന അവൻ്റെ ബസ് പോകും. എന്താ വെച്ചാൽ 7:15 ഇപ്പോൾ പെട്ടെന്ന് അവൻ്റെ ബസ് വരും കേട്ടോ. 7:15 ആകുമ്പോൾ തന്നെ അവൻ്റെ ബസ് വരും.
അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവൻ ഒരുക്കുന്നതും ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്തത്. ആ സമയത്ത് ഞാൻ അലക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനൊരുക്കി അവനുള്ള ഫുഡൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ അവൻ്റെ ബസ് വരാറായി. അങ്ങനെ ഞങ്ങൾ അവൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് പോവാണ്. ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ. കുറച്ചപ്പുറം വന്നിട്ടാണ് ബസ് നിൽക്കുന്നത്. നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് ബസ് വരില്ല കേട്ടോ. ബസ്സിൻ്റെ ലൊക്കേഷൻ അവർ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരും കേട്ടോ. അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ അതേ കറക്റ്റ് സമയത്ത് അവിടെ പോകാറുള്ളത്. അപ്പോൾ അത് നമ്മളെത്തുമ്പോൾ ബസ് എത്തി. അങ്ങനെ മൂങ്ങോട്ടം പോയി. ഇനിയിപ്പോൾ മോന് വൈകുന്നേരം വരുമ്പോൾ മോൻ്റെ വിശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ നേരെ ഞാൻ മോനെ കൊണ്ടാക്കി നേരെ റൂമിലേക്ക് വരുമ്പോൾ ഇക്കാക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇക്കാക്കൊക്കെ രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു. ഇക്കാക്ക പോയിട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തു. നേരെ പിന്നെ കിച്ചണിലോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പോയത്. മോനെ രണ്ടുപേരും ഉറങ്ങുകയാണ്. അപ്പോൾ അവർ എണീറ്റാൽ പിന്നെ എനിക്ക് ഒരു പണിയും നടക്കില്ല. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പണിയും തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കിച്ചണിലെ പണിയൊക്കെ തീർത്തു. ആ സമയത്ത് മോളെ എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മനസ്സിലായിട്ട് അവളെ ഹായ് എന്ന് പറയാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ മോള് ഒന്ന് ഫ്രഷായി. എന്നിട്ട് അവൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. മോന് രാവിലെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഉറങ്ങിയതാണ് മോന്. ഇപ്പോൾ രാവിലെ ഞാൻ എണീക്കും എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവൻ ഉറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ മോന് കുഞ്ഞാവ എണീക്കുന്നതിന് മുമ്പ് തന്നെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബെഡൊക്കെ വിരിക്കണം. ബെഡ് വിരിക്കണമെങ്കിൽ മോന് എണീക്കണം. മോന് എണീറ്റാലേ ബെഡൊക്കെ എനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ എണീക്കുന്നതിന് മുമ്പ് അടിച്ചു വരാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ചു വരാണ്. അകത്ത് അടിച്ചു വാരി ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ ബാൽക്കണിയിലാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ബാൽക്കണിയിൽ നല്ല മഴയായിരുന്നു 2 ദിവസമായിട്ട്. രാത്രിയാണ് കേട്ടോ മഴ വരുന്നത്. അപ്പോൾ നല്ല ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഷൂ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അങ്ങനത്തെ ആ സമയത്ത് അടിച്ചു വരലൊക്കെ കഴിഞ്ഞപ്പോൾ മോനെ എണീറ്റു. അങ്ങനത്തെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ മോനൊന്ന് ഫ്രഷാക്കി. അവനൊക്കെ ഫ്രഷാക്കിയതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ അവന് ഫുഡ് കൊടുക്കലാന്ന്. അപ്പോൾ അവൻ രാവിലെ എണീറ്റ് കുറച്ച് നേരമൊക്കെ കളിക്കും കേട്ടോ. അവന് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണിയാണ് എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ TV കാണലാന്ന്. അപ്പോൾ ഹിന്ദി സോങ്ങാണ് അവൻ്റെ ഫേവറേറ്റ് സോങ്സ്. അപ്പോൾ TV ഞാൻ ഹിന്ദി സോങ്സ് വെച്ച് കൊടുത്താൽ അവന് മിണ്ടാണ്ട് അവിടെ ഇരുന്ന് കളിച്ചോളും. രണ്ടുപേരും ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ അവനും പാട്ടൊക്കെ പാടുകയാണ്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ തുടച്ചെടുക്കലാന്ന്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തുടച്ചെടുത്താൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. അലക്കിയ തുണി പിരിച്ചിടണം, വെയിലത്തിടണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഒരു 10 മണിയാകുമ്പോഴത്തേനും രാവിലത്തെ പണിയൊക്കെ തീർക്കാം കേട്ടോ. പിന്നെന്താ, രാവിലെ തന്നെ പണി തീർത്താണ്ടല്ലോ നമുക്ക് ഒരുപാട് സമയം കിട്ടും. പിന്നെ നമുക്കങ്ങനെ മടി പിടിച്ചിരുന്നുണ്ടല്ലോ വൈകുന്നേരം വരെ നമ്മൾ പണി തീരത്തില്ല. ഇപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് തീർക്കാമെന്നെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. ഒരു 10 മണി 10:30 മണീൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ പണിയൊക്കെ തീർത്താൽ പിന്നെ നമുക്ക് കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുട്ടിയുടെ അടുത്ത് കുറച്ച് നേരം ഇനിയിപ്പോൾ ഉള്ള കുറച്ച് സമയം കുട്ടികളുടെ കൂടെ കളിക്കലാന്ന്. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം കുറച്ച് ടൈം. അങ്ങനത്തെ രണ്ടുപേരും TV കാണാമെന്ന്. ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ മോള് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ചോദിക്കൂട്ടാ. പിന്നെ ഇവിടെ തണുപ്പൊക്കെ വന്ന ശേഷം പിന്നെ ഞാൻ തണുത്ത വെള്ളമൊന്നും വെക്കാറില്ല. ചൂടുവെള്ളം തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അങ്ങനെ ഇനിയിപ്പോൾ ഒരു ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും തുണി പിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഫ്ലാസ്കിൽ ഒഴിച്ച് കൊടുക്കൽ. അങ്ങനെ തുണിയൊക്കെ പിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഞാനത് ചെറുതായി ചൂടാറിയിട്ടുണ്ട്. മുഴുവനായിട്ട് ചൂടാറാൻ വെക്കൂല കേട്ടോ. ചെറിയൊരു ചൂടുണ്ടാവും. ആ ചൂടോടെ തന്നെ ഫ്ലാസ്കിൽ ഒഴിച്ച് ചൂടുവെള്ളം ആക്കി വെക്കും കേട്ടോ. ഇതിപ്പോൾ ഇത്രയൊന്നും തികത്തൊന്നുമില്ല. അത് തീരുമ്പോൾ വീണ്ടും ചൂടാക്കി ഒഴിച്ച് വെക്കലാന്ന് കേട്ടോ.
അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തപ്പോൾ ഇന്നലത്തെ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ അത് കഴിച്ച പാത്രം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ പണിയും കുറഞ്ഞു. അപ്പം തന്നെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും എടുത്ത് അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണായാലും എല്ലാം അതുപോലെ ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് വരാമെന്നെങ്കിൽ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത പാത്രമൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുക. അപ്പോൾ എപ്പോഴും ക്ലീൻ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മളൊരു പാത്രത്തിലെ പിന്നീട് കഴുകാമെന്ന് വെച്ചാൽ അവിടെ വെച്ചാൽ പിന്നെ ഇത് പിന്നെ കഴുകുക, പിന്നെ അതിങ്ങനെ കൂടി പോകും. പിന്നെ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് തന്നെ മടി തോന്നും. മടി വരുന്നത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മടി തോന്നും, കിച്ചണിൽ കയറാൻ മടി തോന്നും. അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മടിയും മാറിക്കിട്ടും. അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളുടെയൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യലാണ്. പിന്നെ ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു, പാലും മുട്ടയൊക്കെ കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ ഒരു കുളിപ്പിക്കലാണ്, 2 പേരും കുളിപ്പിക്കലാണ്. ആദ്യം മോനെ കുളിപ്പിച്ച് അവനെ ഡ്രസ്സ് അടിച്ച് അവനെ മാറ്റിയതിന് ശേഷമാണ് മോളെ കുളിപ്പിക്കൽ. അപ്പോൾ മോൾക്ക് ഞാൻ സ്കൂൾ ഓപ്പൺ ചെയ്യാറായിട്ടോ. 12-നാണ് മോൾക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ മോളുണ്ടാവും. അങ്ങനെ 2 പേരും കുളിച്ച് TV ഒക്കെ കാണാമെന്ന്. അപ്പോൾ ആ സമയത്ത് ഇക്കാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ രാവിലത്തെ പുലാവിരിപ്പുണ്ടായിരുന്നു, അതും ചൂടാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇക്കാക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക ലേറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പരിപ്പ് കറിയാന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കലാന്ന്. ചോറുണ്ടാക്കി ഇനിയിപ്പോൾ പരിപ്പ് കറി വെക്കലാന്ന്. പരിപ്പ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ചെറിയൊരു കഷ്ണം സവാള, 2 തക്കാളി, അരിഞ്ഞിട്ട് കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് 2 കഷ്ണം മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 3 വിസിലടുപ്പിച്ച് വേവിക്കലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടും. അപ്പം തന്നെ ക്ലീൻ ചെയ്യുക, എന്ത് എടുത്താലും അപ്പം തന്നെ എടുത്തെടുത്ത് വെക്കുക, അപ്പം തന്നെ തുടച്ചും കളയുക. അപ്പം നല്ല നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും നമ്മുടെ കിച്ചണിൽ അധികം പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് എന്ത് വരുന്ന സമയത്ത് മോള് മുടി ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ ബാൽക്കണിയിൽ മോളുടെ തോറത്തൊക്കെ ഊരി കൊടുത്തിട്ട് ഇനിയിപ്പോൾ അവളൊന്ന് അവിടെ മുടി ഒന്ന് ചീകി കൊടുത്തിട്ട് അവരവിടെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ മുടി ഉണങ്ങി കിട്ടും. ഞാൻ ഹെയർ ഡ്രയർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ് ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാറുള്ളത്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ബാൽക്കണിയിൽ ഒന്ന് മുടി ചീകി കൊടുത്തിട്ട് അവളെ അവിടെ കളിക്കാൻ വേണ്ട. അപ്പോൾ അവർ ഓടി കളിക്കുമ്പോൾ അതങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അവരുണ്ടാളും ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി അവരവിടെ കളിക്കുകയാണ്. അങ്ങനെ
അങ്ങനത്തെ 3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കുക. അതിനായിട്ട് ഞാനൊരു ചട്ടിയിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ വിട്ടുപോയതാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ച പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുള്ളൊരു കണ്ടു നോക്കാം. ഇതേപോലെ തന്നെയാണ്, എന്നാലും ഇതിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ കണ്ടു നോക്കാം. അങ്ങനത്തെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തളിച്ച് കൊടുത്തതിന് ശേഷം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കുക്കർ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ആ പണി നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തളിച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നാട്ടിലത്തെ പോലെ നമുക്ക് പെട്ടെന്ന് മീനൊന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനത്തെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അതങ്ങ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഓംലെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ അങ്ങനത്തെ ഓംലെറ്റിനുള്ള 2 മുട്ട അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല. ചെറിയൊരു സവാളയും 2 പച്ചമുളക്, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇക്ക വരുമ്പോൾ ചൂടോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതങ്ങ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഒരു സലാഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇത് സലാഡ് കുട്ടികൾക്ക് ഇക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സലാഡാണ് കേട്ടോ. വേറെ ഒന്നും ചേർക്കത്തില്ല. ഇതിൽ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് 2 തക്കാളി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കും. ചെറുതായല്ല, ചെറുതായി അങ്ങനെ കൊത്തി അരിഞ്ഞു കൊടുക്കത്തില്ല, ഇങ്ങനെ നീളത്തിലായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ച് നമ്മുടെ വിനീഗർ ചേർത്ത് കൊടുക്കും. വളരെ കുറച്ചായിട്ടോ, കുട്ടികൾക്ക് ഒരുപാടൊന്നും വിനീഗർ യൂസ് ചെയ്യരുത്. കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേക്കും ഒന്നും കൂടെ എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഞെരടി എടുക്കണം. അപ്പോഴായിരിക്കും ആ ഒരു സലാഡിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. അപ്പോഴേക്കും ഇക്കൊക്കെ വന്നു. ഇനിയിപ്പോൾ ഓംലെറ്റ് ചുട്ടെടുക്കലാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഓംലെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. നമ്മുടെ ഓംലെറ്റിന് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഓംലെറ്റ്, പരിപ്പ് കറി, സലാഡ്, പുലാവ്, പിന്നെ ചോറ്, പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാൻ വിട്ടേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി അത് വൃത്തിയാക്കി വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഉറങ്ങി, 2 പേരും ഉറങ്ങി. പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോഴേക്കും മോന് വന്നതിന് ശേഷം അവന് കഴിക്കാൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സ് അപ്പം തന്നെ കഴുകി വെക്കും. അവന് വന്നാലുടൻ തന്നെ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ കഴുകി മാറ്റി വെക്കും. പിന്നെ അവന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനിടയിൽ ചൂടുവെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ്. അങ്ങനത്തെ കുട്ടികൾക്ക് നൂഡിൽസൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയതിന് ശേഷം നമ്മൾ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ചായക്ക് കഴിക്കാനായിട്ട് റസ്ക്കും മുറുക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നും ഞങ്ങൾ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാറില്ല. ഇന്നും ഇല്ലാത്ത ദിവസം എന്തെങ്കിലും ചില സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കും, ചില സമയത്ത് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നേരെ മോന് കുറച്ച് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ
അവൻ ഏതാനും വായിപ്പിക്കാനൊക്കെ പോയി. ഞാൻ ഹിന്ദി മാത്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഏതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് എന്താ പറയുക, രാവിലത്തെ ദോശമാവുണ്ട്, പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയ പരിപ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ഉച്ചക്ക് വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറിയേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മോന് വേണ്ടാന്ന് പറഞ്ഞു. മോന് ഫ്രൈ ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തേക്ക് അവന് ടിഫിനിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ മീൻകറിയൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ സ്കൂളിലോട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഫ്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലായിരുന്നു, അതിന് പകരമായിട്ട് ഞാൻ സിർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കോൺഫ്ലോറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി വലിയ പാൻ ആയതുകൊണ്ട് തന്നെ എല്ലാം മൊത്തത്തിലായ എണ്ണ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആയി വന്നോട്ടെ. ആ സമയത്ത് നമുക്ക് ദോശയും കൂടി ചുട്ടെടുക്കാം. ഞാൻ രാവിലെ അരച്ച് വെച്ച മാവിൽ ഞാൻ ദോശ ചുട്ടെടുക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ചുട്ടെടുക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് തന്നെ പുറത്തെടുത്ത് വെക്കുക. അതിൻ്റെ തണുപ്പ് മൊത്തത്തിൽ മാറിയതിന് ശേഷം മാത്രമേ ദോശ ചുട്ടെടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ദോശ ശരിയാവത്തില്ല. അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അതേപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനത്തെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിക്കലാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് തന്നെ എല്ലാ പണികളും തീർത്ത് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നമുക്ക് പണി എളുപ്പമാവും. കിച്ചണിലൊക്കെ വരുമ്പോൾ ഒട്ടും മടിയോ നമുക്കുണ്ടാകത്തില്ല കേട്ടോ. അങ്ങനത്തെ എല്ലാ പണിയും കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി കിടന്നുറങ്ങലാന്ന്. 10 മണിയാകുമ്പോൾ പണികളൊക്കെ തീർത്തു. മോന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോകാനുള്ളതുകൊണ്ട് അവനെ 9 മണിയാകുമ്പോഴത്തേനും അവനെ ഉറക്കി. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.